എൻ്റെ കൂടെയുള്ള ആളെന്ന് പറയുന്നത് റിലീസായതും ഇനി റിലീസാവാൻ ഇരിക്കുന്നതുമായ 2 സിനിമകളിലെ പ്രധാന കഥാപാത്രമായ ഒരു കൊച്ചു മിടുക്കിയാണ്. ശരിക്കും മിത്രകുട്ടിക്ക് ഇങ്ങനെ അഭിനയിക്കാനൊക്കെ എപ്പോഴാ ഇഷ്ടമായത്? അത് വിളിച്ചപ്പോ ഒരു എഗ്ഗിനെ പോലെ ഇരിക്കുന്ന സാധനം അല്ലേ? അതല്ലേ അതിന് പേര് പറയണം. പേരറിയില്ല, പക്ഷെ എഗ്ഗിനെ പോലെ ഇരിക്കുന്ന സാധനം. ചിന്നാരെ അപ്പട്ട് അപ്പട്ട് ചിന്നാരെ. ഹായ് ഹലോ. അപ്പൊ ഇന്ന് എൻ്റെ കൂടെയുള്ള ആളെന്ന് പറയുന്നത് റിലീസായതും ഇനി റിലീസാവാൻ ഇരിക്കുന്നതുമായ 2 സിനിമകളിലെ പ്രധാന കഥാപാത്രമായ ഒരു കൊച്ചു മിടുക്കിയാണ്. അപ്പൊ ആളെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നതിനേക്കാൾ നല്ല നിങ്ങൾ തന്നെ കാണുന്നതാവും. അപ്പൊ മിത്രകുട്ടി തുടങ്ങാം നമുക്ക്. വെൽക്കം. ഓക്കെ. അപ്പോൾ മിത്രകുട്ടീനെ പറ്റിയിട്ട് ഞാൻ പറയുന്നതിനേക്കാൾ മിത്രകുട്ടീനെ പറഞ്ഞു കൊടുക്കുന്നതല്ല നല്ലത്. അപ്പൊ ആരാ മിത്രകുട്ടി പറഞ്ഞെടുത്തേ? ആ, എന്താണ് ഏറ്റവും പുതിയ വിശേഷം? ഉയര്. അപ്പൊ ലൊക്കേഷനിലൊക്കെ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റത്തെ സിനിമയാണോ അത് മീനുവിന്റെ? അല്ല സോറി, മിത്രയുടെ. ആദ്യമായിട്ടാണോ ഉയിരിൽ അഭിനയിക്കുന്നേ? അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ പോയിട്ട്? ടെൻഷനൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ അവിടെ എല്ലാവരും ഫ്രണ്ട്സ് ആയിരുന്നോ? അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാ? ലൊക്കേഷനിൽ ബെസ്റ്റ് ഫ്രണ്ട് ആരായിരുന്നു മിത്രയുടെ? ആര്യൻ ചേട്ടൻ. ഓക്കെ. അപ്പൊ മിത്രയ്ക്ക് ഇപ്പൊ ശ്രുതിയമ്മ ഉണ്ടല്ലോ ക്യാരക്ടർ. അപ്പൊ അമ്മേനോട് ഞാൻ ഇതേപോലെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അമ്മ പറഞ്ഞത് അവിടെ ഏറ്റവും കൂടുതൽ അഭിനയിച്ചത്, ഇതുവരെ അമ്മയുടെ കൂടെ അഭിനയിച്ചവരിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട പേർ ആരാന്ന് ചോദിച്ചപ്പോൾ പേര് പറഞ്ഞ മിത്രയുടെയാണ്. അത് കണ്ടായിരുന്നോ വീഡിയോ? കണ്ടില്ല? അപ്പൊ മിത്രക്കുട്ടിയുടെ പേരാ പറഞ്ഞത്. അപ്പൊ ശ്രുതി അമ്മേനോടുള്ള എങ്ങനെയായിരുന്നു? ശ്രുതി അമ്മേനെ ഇഷ്ടമായിരുന്നോ അവിടെ നിന്ന്? അപ്പൊ ശരിക്കിപ്പോ ഏതമ്മേനെ ഇഷ്ടം? ഏതെങ്കിലും ഒരു അമ്മ. ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പൊ ഏതമ്മയാ? വിട്ടേരൂല. സെറ്റാ. ശ്രുതി അമ്മയും രണ്ടുപേരും. അപ്പൊ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ സിനിമ ഉണ്ടോ? വരവ്. അപ്പൊ അതിലെന്തായിരുന്നു കഥാപാത്രം? പറയാൻ പറ്റുമോ കഥാപാത്രത്തിനെ കുറിച്ചിട്ട്? അതോ സീക്രട്ട് ആണോ? സീക്രട്ട്. ഓക്കെ. അപ്പൊ സിനിമ കണ്ടിട്ടേ ഞങ്ങൾ പറയൂ എന്നാണ് പറയണേ അല്ലേ? അപ്പൊ ഈ ഒരു നമ്മളെ ഉയരൊക്കെ കണ്ടപ്പോഴേ എല്ലാരെയും മിത്ര കരയിപ്പിച്ചു എന്നാ പറയണത്. അങ്ങനെ കരയിപ്പിക്കാൻ പറ്റുമോ? പറ്റും. ചിരിച്ചുകൊണ്ട് പറയണു കരയിപ്പിക്കാൻ പറ്റൂന്ന്. എന്താ പിന്നെ, ഈ ഒരു ചിരിയിലാണ് ആൾക്കാർ വീണ് പോണത്. സിനിമ കണ്ടപ്പോ ഡയലോഗ്സ് ഒക്കെ കുറവായിരുന്നില്ലേ? ഭയങ്കര കുറവല്ലേ? കുറച്ച് കാര്യങ്ങളല്ലേ പറയുന്നുള്ളൂ. പക്ഷെ പറയുന്നത് കുറച്ചാണെങ്കിലും ആള് വെറുതെ വന്ന് ഫ്രെയിമിൽ നിന്നാ മതി. സിനിമ കണ്ടവർക്ക് കത്തും. അപ്പൊ ലൊക്കേഷനിലേ ഏറ്റവും ഇഷ്ടമായ ഒരു സംഭവം എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ? ലൊക്കേഷനിൽ എന്തായിരുന്നു ഏറ്റവും ഇഷ്ടം? അവിടെ കഥ എന്തെങ്കിലും പറയാനുണ്ടോ? ആട് കുത്തിയായിരുന്നു ലൊക്കേഷനോ? എന്നിട്ട് എന്താ ഉണ്ടായേ? കരഞ്ഞ്. അപ്പൊ ആരാ അവിടെ സമാധാനിപ്പിച്ചേ? അമ്മ. ഏതമ്മ? ശരിക്കുള്ള അമ്മ. ഓക്കെ. അപ്പൊ സ്കൂളിലൊക്കെ പഠിക്കണ്ടോ? എത്രയിലാ? UKG. അപ്പൊ സിനിമ കണ്ടിട്ട് ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചോ ഫോണില്? എന്താ അവര് വിളിച്ചിട്ട് പറഞ്ഞേ? കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവരോട് എന്താ മിത്രകുട്ടി പറഞ്ഞേ? അവരല്ലേ വിളിച്ചിട്ട് അമ്മേനെയല്ലേ അടുത്ത് പറഞ്ഞേ. അമ്മേനോടാ പറഞ്ഞേ? മിത്രകുട്ടീനോട് പറഞ്ഞില്ല? എന്താ ഫ്രണ്ട്സ് മിത്രനെ വിളിച്ച് പറയാഞ്ഞത്? പറയണല്ലേ? അമ്മേന്റെ കയ്യിലല്ലേ ഫോൺ തരില്ല അല്ലേ അമ്മ? അമ്മയ്ക്ക് അടി കൊടുക്കണം. ഫ്രണ്ട്സ് വിളിച്ചാലും ഫോൺ തരില്ല അല്ലേ? ചില സമയത്ത് തരും. ഫോൺ കളിക്കാൻ ഇഷ്ടാണോ? ഇഷ്ടപ്പെട്ട ഗെയിം ഏതാ? ഇന്നലെ കളിച്ചതല്ലേ എന്നോട്. എന്റെ ഫോൺ അടിച്ചു മാറ്റി കളിച്ച ആളാണ്. ഇഷ്ടപ്പെട്ട ഗെയിം ഏതാ? മേക്കപ്പ്. മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടാ? ആരാ മേക്കപ്പ് ചെയ്തതെന്ന്?
ലൊക്കേഷനിലൊക്കെ ആരാ മേക്കപ്പ് ചെയ്ത് തന്നെ? ശങ്കരങ്ക അങ്കിളിനോട് എങ്ങനെ കൂട്ടായിരുന്നോ? അങ്കിളിന്റെ മുഖത്തും മേക്കപ്പ് ചെയ്ത് എടുത്തായിരുന്നു ഞാൻ. ആ അങ്കിളിനും കുട്ടി മേക്കപ്പ് ചെയ്ത് കൊടുത്തു, അതാണ്. ആഹാ. ഓക്കെ. അപ്പോൾ ക്ലാസ്സിലൊക്കെ എങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ആരൊക്കെയാ? മേവ, ആ ധ്യാനി, അവരൊക്കെ സിനിമ ഉണ്ടോ? എല്ലാരും കണ്ട്. എല്ലാരും കണ്ട്. അടുത്ത ഫ്രണ്ട്സ്. ഓക്കെ. അപ്പോൾ ഇനി ശരിക്കും മിത്രക്കുട്ടിക്ക് ഇങ്ങനെ അഭിനയിക്കാനൊക്കെ എപ്പോഴാ ഇഷ്ടമായത്? അത് വിളിച്ചപ്പോ അല്ലേ? അപ്പോൾ ശരിക്കും ആള് ഇങ്ങനെന്നല്ല, മൊത്തത്തിലൊരു അഭിനയ കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്. അപ്പൊ പിന്നെ അതില്ലാതിരിക്കില്ലല്ലോ കഴിവ്, അല്ലേ? ആവണി ചേച്ചിയുടെ സിനിമ കണ്ടിട്ടില്ലേ? അപ്പോൾ ചേച്ചിനെ ഇങ്ങനെ സിനിമയിലൊക്കെ കാണുമ്പോഴാണോ മിത്രക്കുട്ടിക്ക് ആദ്യമായിട്ട് എനിക്കും ഇങ്ങനെ സിനിമയിൽ പോകണം എന്നൊക്കെ തോന്നിയായിരുന്നു? അപ്പൊ സിനിമ കണ്ടിട്ട് ചേച്ചി എന്താ പറഞ്ഞേ? സന്തോഷായി എന്ന് പറഞ്ഞോ? പിന്നെ അമ്മായിയാണെങ്കിൽ കെട്ടിപ്പിടിച്ചു. അമ്മായി കെട്ടിപ്പിടിച്ചോ? ഓക്കെ. അപ്പൊ അമ്മായിയുടെ സിനിമയൊക്കെ കാണാറുണ്ടായിരുന്നോ മിത്രക്കുട്ടിയെ ആദ്യം? അമ്മായിയുടെ സിനിമയാണോ അതോ ആവണി ചേച്ചിയുടെ സിനിമയാണോ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ? അമ്മായിയുടെ. അമ്മായി ഫാനാ? കാരണം അമ്മായി എന്നെ കെട്ടിപ്പിടിച്ചു, അതാണ്ടാ. അമ്മായി എന്നെ കെട്ടിപ്പിടിച്ചോണ്ട് അമ്മായിയുടെ സിനിമ. ആവണി ചേച്ചി കെട്ടിപ്പിടിച്ചില്ല, അതുകൊണ്ട് ഇഷ്ടായില്ല. കുറച്ചിഷ്ടായി. പക്ഷെ ഞാൻ കാണുമ്പോ ഒക്കെ തിയേറ്ററിൽ ആവണി ചേച്ചിയുടെ ഒക്കത്തായിരുന്നല്ലോ. എടുത്തത് വേറെ, കെട്ടിപ്പിടിച്ചത് വേറെ, അല്ലേ? നമുക്കേ കുറേ കഥകളൊക്കെ ഇനിയും പറയാനുണ്ട്. ഞാൻ കുറച്ച് ഗെയിംസ് തരാം. അപ്പോൾ ആ ഗെയിമിൽ ടാസ്ക്കാണ്. അതിൽ കറക്റ്റ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സാധനം എന്താണോ അത് ആവണിക്കുട്ടിക്ക് എടുക്കാം. സോറി, അയ്യോ ആള് മാറിപ്പോയി. മിത്രക്കുട്ടിക്ക് എടുക്കാം. പക്ഷേ ഉത്തരം തെറ്റി വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയണ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഓക്കെ ആണോ? ടാസ്ക് ഞാൻ റെഡിയാണോ? ഓക്കെ. ഞങ്ങൾക്ക് പേടുന്നില്ല, ഞങ്ങൾ എല്ലാത്തിനും റെഡിയാ, അല്ലേ? ഓക്കെ, അപ്പൊ തുടങ്ങാം. അപ്പൊ ഇത്രയും സാധനങ്ങളാണ്. ഇത് ഓരോന്നോരോന്നായിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. വാ തുറന്നേ. ചോക്ലേറ്റ്. അത് ഏത് ചോക്ലേറ്റ് ആന്ന് പറയണം കഴിച്ചിട്ട്. അതറിയില്ലല്ലോ. തുറക്കണ്ട, അവിടെ ഇരുന്നോ. അപ്പോൾ ഒന്ന് തെറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ടാസ്ക് ഞങ്ങൾക്കുണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറയാം. കറക്റ്റ്. അപ്പൊ ഒന്ന് ശരിയാക്കി. അതെനിക്ക് കഴിച്ചാൽ തന്നെ മനസ്സിലാവും. അപ്പോ ഇത് ഫുള്ള് എടുക്കാം. ഓക്കെ, ഉത്തരം ശരിയാക്കിയുണ്ട്. ഇനി അടുത്തത് അതും കറക്റ്റ്. പക്ഷെ എന്റെ മിഠായി എല്ലാം ഇപ്പൊ കൊണ്ടുപോകും തോന്നുന്നു. പിടിച്ചോ. അടുത്തത് ഇതെനിക്ക് കഴിക്കുമ്പോ പറ്റുന്നുണ്ടല്ലോ. ഷറിന് മാത്രം പറ്റില്ല. ഒന്ന് മാത്രം പറ്റിയില്ല. തെറ്റിയുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. ഓ, അപ്പൊ ഞാൻ ഒന്ന് ചെയ്താ മതിയുണ്ട്. അടുത്ത് അറിയില്ല. ഒന്നും കൂടി വേണോ? ഇത് മിഠായി തിന്നാനുള്ള ഗുട്ടൻസ് ആണോ അതോ ശരിക്കും ആലോചിക്കാനുള്ളതാണോന്നാവോ? കിട്ടുന്നില്ല. അപ്പൊ രണ്ടാമത്തെയും തെറ്റി. അപ്പൊ 2 ടാസ്ക്. ഇനി ഒന്നും കൂടി ഉണ്ട്. അപ്പൊ പറഞ്ഞേ. ഏത്? ഇതറിയില്ല എന്ന് പറഞ്ഞ മോശാട്ടോ. ഒരു എഗ്ഗിന് പോലെ ഇരിക്കുന്ന സാധനം അല്ലേ? അതല്ലേ? അതിന് പേര് പറയണം. പേരറിയില്ല, പക്ഷെ എഗ്ഗിനെ പോലെ ഇരിക്കുന്ന സാധനത്തിന്റെ പേര് മിത്രക്കുട്ടിക്ക് അറിയാന്ന് എനിക്കറിയാം. ഞാൻ കണ്ടിട്ടുണ്ട് അച്ഛനോട് വാശി പിടിച്ച് വാങ്ങിക്കാൻ നോക്കിയത്. അതന്നെ അന്ന് അവിടെ നിന്നല്ലേ? കഴിച്ചോക്ക്, പേര് കിട്ടുമോ നോക്ക്. എനിക്കറിയാം. എന്നാ പറയ്. പക്ഷെ പേരറിയില്ല.
എഗ് പോലത്തെ അല്ലേ? എഗ് പോലത്തെ സാധനമാണ്, പക്ഷെ പേര് എനിക്കറിയില്ല അല്ലേ? ആ അപ്പൊ ഇതെന്ത് ചെയ്യണം? ഫൗളാക്കണോ അതോ? പറഞ്ഞതല്ലേ? പറഞ്ഞ പേര് കിട്ടിയില്ലല്ലോ. ഞാൻ ഫുള്ളാക്കിക്കോ. ഓ, ഫൗളാക്കിക്കോ. 3 3 അപ്പൊ 3 ഗെയിം ചെയ്യണം. കണ്ണുറക്കാം. എനിക്കറിയാമാത്തൊന്ന്, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു. ആണല്ലേ? ഇതിന്റെ പേരെന്താ? കിൻഡർ ജോയ്. കഴിച്ചോ. ഉത്തരം കുറച്ചൊക്കെ ശരിയായതുകൊണ്ട് കഴിച്ചോ. അപ്പൊ മിഠായിയൊക്കെ തിന്ന് ഞങ്ങൾ ഓണായിട്ടുണ്ട്. ടാസ്ക് തരുന്നതിന്റെ മുൻപ് ഞാൻ ഈ ഉഷാറിലൊരു കാര്യം ചോദിക്കട്ടെ. ഉയരിന്റെ ലൊക്കേഷനിലേ അടിപൊളിയായിരുന്നു എന്നല്ലേ പറഞ്ഞേ? അവിടെ ഏറ്റവും ഇത്രയ്ക്ക് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ അവിടുന്ന് മറക്കാൻ പറ്റാത്തത് ആയിട്ടുള്ള ഒരു അനുഭവം എന്തെങ്കിലും, അവിടുത്തെ ഒരു കഥ എന്തെങ്കിലും സംഭവമൊക്കെ പറയാൻ പറഞ്ഞാൽ മിത്ര എന്തു പറയും? ഉയർ സെറ്റില് എന്റെ 4th ബർത്ത്ഡേ ആഘോഷിച്ചു. പിന്നെ അവിടെ ആരൊക്കെ കേക്കൊക്കെ മുറിച്ചോ? എത്ര കേക്ക് മുറിച്ചു? 2 കേക്കോ? അപ്പൊ ആരൊക്കെ 2 കേക്ക് തന്നെ? കാരണം അമ്മായി അങ്ങോട്ട് കൊണ്ടുവന്നു. സെറ്റിൽ നന്നു. ഈ അമ്മായി എന്ന് പറയണത് വേറെ ആരുമില്ല, നമ്മുടെ അഞ്ജലി ചേച്ചിയാണ്, അഞ്ജലി നായർ അല്ലേ? ഓക്കെ, അതൊക്കെ ഭയങ്കര ഉഷാറാണ്. ഞങ്ങൾ തലയാട്ടും. അപ്പൊ ടാസ്കിക്ക് പോവാം. ഫസ്റ്റത്തെ ടാസ്ക്, എല്ലാവർക്കും ഒരു പാട്ട് പാടി കൊടുത്തേ. ചിന്നാരെ അപ്പട്ട് അപ്പട്ട് ചിന്നാരെ ചിന്നാരെ അപ്പട്ട് അപ്പട്ട് ചിന്നാരെ. ഓക്കെ, ഉയർലെ പാട്ട്. ഉയരില്ല പാട്ട്. ഞങ്ങൾ ഉയിര് വിട്ടിട്ടൊരു പരിപാടി ഞങ്ങൾക്ക് ഇല്ല അല്ലേ? വേറെ ഏതെങ്കിലും പാട്ടുണ്ടോ ഇഷ്ടപ്പെട്ടൊരു പാട്ട്? വേറെ പുട്ടും കടലയും പുട്ടും കടലയും പുട്ടും കടലയും എങ്ങനെ തിന്നാം എങ്ങനെ തിന്നാം എങ്ങനെ തിന്നാം നക്കി തിന്നാം നക്കി തിന്നാം നക്കി തിന്നാം തിന്നാൻ പരിപ്പെടുക തിന്നാൻ പരിപ്പെടുക തിന്നാൻ പരിപ്പെടുക. ഇതാരാ പഠിപ്പിച്ചത്? അമ്മ. എക്സ്പ്രഷനും പാട്ടും എല്ലാം. എന്റെ 2 ടാസ്ക് ഇതിൽ കഴിഞ്ഞു. ഒന്ന് പാടാൻ പറഞ്ഞപ്പോ അല്ലേ? അപ്പൊ ഇനി അടുത്ത ടാസ്ക് നേരത്തെ ഉയരത്തെ എന്തെങ്കിലും ഒരു ഡയലോഗ് പറയാം. സീനിലെല്ലാരും ഇമോഷണൽ ആക്കിയ ആളാ. ഇപ്പൊ ചിരിച്ചോണ്ട് പറയണു. നോക്ക്. അപ്പൊ മിത്ര അടുത്ത ടാസ്ക് പറയുമ്പോ മാത്രമേ അടിപൊളിയായിട്ട് ചെയ്യും. അപ്പൊ ഞാൻ ആക്ഷൻ പറയാത്തോണ്ടാ. അടുത്ത ഞാൻ ആക്ഷൻ പറഞ്ഞോളാട്ടോ. വേണ്ട വേണം വേണ്ട വേണം. അപ്പൊ അഭിനയം മാത്രല്ല കളരിയൊക്കെ കയ്യിലുണ്ട് എന്ന് ഞാൻ അറിഞ്ഞല്ലോ. അതൊക്കെ അറിഞ്ഞ്. കളരി പഠിക്കുന്നുണ്ടോ? എവിടെ പഠിച്ചപ്പോ? കുട്ടച്ചൂട് മണക്കച്ചൂട് ആശം പിടിപ്പിച്ചെല്ലാം പഠിച്ചു. അപ്പൊ ഇനിയിപ്പോ ഇതുവരെ ഉയിര് കാണാത്ത ആൾക്കാരോട് എന്തൊക്കെയാ പറയാനുള്ളേ? ഉയരും ഞാൻ അഭിനയിച്ച സിനിമയാണ്. അപ്പൊ എല്ലാരും പോയി കാണണം. കണ്ടിട്ട് അഭിപ്രായം എന്താന്നുള്ളത് വീഡിയോയുടെ താഴെ പറയണം അല്ലേ? എന്നാലേ മിത്രകുട്ടിക്ക് ഇനി അടുത്ത സിനിമയിൽ ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ പറ്റൂ അല്ലേ? അങ്ങനല്ലേ? ഓക്കെ. അപ്പം മിത്തുവിൻ്റെ കുറേ വിശേഷങ്ങൾ കേട്ടു. പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള യുദ്ധം അങ്ങ് കുറച്ചൊക്കെ സെറ്റാവാൻ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട്, മിത്തു പറഞ്ഞതിനേക്കാൾ കൂടുതൽ വിശേഷങ്ങൾ ഉള്ളത് കൊണ്ടും അത് പറയാൻ വേണ്ടി ഞാൻ ഒരാളെയും കൂടി ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. ആരുമല്ല, മിത്തുവിൻ്റെ അമ്മയാണ്. ആളും ഒരു നായികയാണ്, സിനിമാ കുടുംബമാണ്, വിശേഷങ്ങൾ ഒരുപാടുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പൊ ചേച്ചി, മിത്തു പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ ഇവിടെ ഇരുന്നിട്ട്. 2 മൂവികൾ, ഒന്ന് റിലീസായത്, ഒന്ന് റിലീസാവാൻ ഇരിക്കുന്നത്. അപ്പൊ രണ്ടിന്റെയും കൂടുതൽ വിശേഷങ്ങൾ എന്തെങ്കിലും പറയാൻ വിട്ടുപോയതുണ്ടോ? മോൾക്ക് ഈ സിനിമയിലേക്ക് ഓഡിഷൻ വഴിയാണ് അവൾക്ക് കിട്ടിയത്. അപ്പോൾ ഓഡിഷന് പോയത് തന്നെ ശരിക്കും പറഞ്ഞൊരു കഥയാണ്. ഞാനും ഹസ്ബൻഡും മോളും കൂടെ ഓഡിഷന് പോയത്. അപ്പോൾ ഇവൾ ഈ ഓഡിഷൻ
ആക്ച്വലി പോയപ്പം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല മര്യാദയ്ക്ക്. കാരണം അവിടെ പോയി അവര് മറ്റേ ഫോണിലെ ക്യാമറയിൽ ചിരിക്ക്, കരയ്, വിഷമം കാണിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇവക്ക് ഭയങ്കര ഒരു മടി പോലെയായിരുന്നു ശരിക്കും. മര്യാദയ്ക്ക് കാണിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ തന്നെ ഞാൻ ഓക്കെ ഇത് ഇല്ല, കിട്ടൂല, തീരുമാനമായി, കിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മള് ഓഡിഷനൊക്കെ കഴിഞ്ഞിട്ട് വേറെയും കുട്ടികളുണ്ടായിരുന്നു. അപ്പം ഉറപ്പിച്ചു ഇല്ല എന്നുള്ളത്. പിന്നെ നമ്മള് പോയിട്ട് എൻ്റെ അടുത്ത് പോണ വഴിക്ക് ഞാൻ പറഞ്ഞു നിർത്തിക്കോ, ഈ ഒരു പരിപാടി ഇതോടെ നിർത്തിക്കോ, കാരണം ഒന്നും ചെയ്യുന്നില്ല. ഓഡിഷൻ എന്തെങ്കിലും ചെയ്താലല്ലേ എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. അപ്പൊ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇതോടെ നിർത്തിക്കോ ഈ പരിപാടി, ഞാൻ ഇനി ഈ പരിപാടിക്കില്ല എന്ന് പറഞ്ഞു, വെച്ച് കെട്ടിക്കോളാൻ പറഞ്ഞു. കഴിഞ്ഞ് ഒരു വൈകിട്ടൊക്കെ കഴിഞ്ഞപ്പോഴേക്കും, സന്ധ്യയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇതിന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ അതേ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു മോള് സെലക്ട് ആയി എന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും ഞെട്ടി. കാരണം ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല നമ്മൾക്ക് കിട്ടുമെന്ന്. കാരണം ഇവള് എന്തെങ്കിലും ചെയ്താലേ നമുക്കൊരു പ്രതീക്ഷയിലുണ്ടാവുള്ളൂ. ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. മോള് സെലക്ട് ആയി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു വെറുതെ പറയല്ലേ, ഞാൻ പറഞ്ഞു കളിയാക്കാണോ, വെറുതെ പറയല്ലേ എന്നൊക്കെ പറഞ്ഞു. ഇല്ല, സീരിയസ് ആയിട്ട് സെലക്ട് ആയി, കുറേ ദിവസത്തെ ഷൂട്ട് ഉണ്ട്, ബോംബെയിലും പാലക്കാട് പിന്നെ തലശ്ശേരിയൊക്കെ ഷൂട്ട് ഉണ്ട്, കൂർഗിലൊക്കെ ഷൂട്ട് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നെയാണ് പത്മകുമാർ സാറിനെ നമ്മളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയതും. പിന്നെ അന്നും ഇതുപോലെ കുറച്ചൊക്കെ ചെയ്യിപ്പിക്കാനായിട്ട് നോക്കി അവര്. പക്ഷെ അധികം ഈ പറഞ്ഞ പോലെ അന്നും അവള് അധികം ഒന്നും അങ്ങനെ ചെയ്തില്ല. പക്ഷെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത ദിവസം നമ്മള് ശരിക്കും ഞങ്ങൾക്ക് തോന്നിയ ഒരു കാര്യം, മോള് ക്യാമറ, ഡയറക്ടർ ആ ഒരു സീരിയസ്നെസ്സിൽ വരുമ്പോ അവള് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായ ഒരു കാര്യം. എന്നോട് പറഞ്ഞ ആക്ഷൻ പറഞ്ഞാലേ ഞങ്ങൾ ചെയ്യും. അതെ, അവള് ആ ഒരു സീരിയസ്നെസ് വരുമ്പോൾ, അതിപ്പം എനിക്കും ആ ഒരു പ്രശ്നമുള്ളതാണ്. നമുക്ക് ഓഡിഷൻസിന് പോയി, ഞാനും പോയിട്ടുള്ളതാണ് ഓഡിഷൻസിന്. പക്ഷെ ഓഡിഷന് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനുള്ള ഒരു ഇത് കിട്ടാറില്ല. പക്ഷെ ആ ഒരു സീരിയസ്നെസ്സിൽ വരുമ്പോൾ ചെയ്യാൻ പറ്റാറുണ്ട്. മേ ബി അതായിരിക്കാം അവൾക്കും ഉള്ളത്, ജീനിന്റെ ആയിരിക്കും മേ ബി. അപ്പം അത് ആ ഒരു ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവള് അതിന് മുന്നേ വരെയും ഇങ്ങനെ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഒരു സെക്കൻഡ് പോലും അടങ്ങിയിരിക്കാത്ത ഒരു പ്രകൃതമാണ് അവളുടെ. അതെ, അപ്പം അങ്ങനത്തെ ഒരു നേച്ചറാണ് അവളുടെ പൊതുവെ. അപ്പം നമ്മൾക്ക് ഈ ഒരു സിനിമയെ കാണുമ്പോൾ ആ സീൻസ് ഒക്കെ ഭയങ്കര ഒതുങ്ങിക്കൂടി, നമുക്ക് ഡയലോഗ് ഇല്ലെങ്കിൽ പോലും എക്സ്പ്രഷൻസ് നിൽപ്പാണ് അത്രയും ഇമ്പാക്ട് ആ സിനിമയ്ക്ക് ഉണ്ടാക്കിയത്. അതെ. അപ്പോ എന്തായാലും പിന്നെ ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു ആളൊരുക്കം? ഞാനും ഓഡിഷൻ വഴിയാണ് ആളൊരുക്കത്തിലേക്ക് എത്തിയത്. അപ്പം അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. 2018 റിലീസ് മൂവിയാണ് ആളൊരുക്കം. പിന്നെ എനിക്ക് അത് കഴിഞ്ഞപ്പോൾ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നിട്ട് എനിക്ക് പിന്നെ ഒരു ഗ്യാപ്പ് വന്നു, ശരിക്കും നല്ലൊരു ഗ്യാപ്പ് വന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കല്യാണമായി, പിന്നെ മോളായി. ഞാൻ നോക്കുന്നുണ്ട് പ്രോജക്ട്സ്, നല്ല സംഭവങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെയും ഒരു. ആ സിനിമ ചെയ്യുമ്പോൾ ഇന്ദ്രൻ ചേട്ടൻ്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ്? ലൊക്കേഷൻസിലൊക്കെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ്. പൊതുവേ അറിയാലോ, ഇപ്പം ഇന്ദ്രൻ ചേട്ടൻ ഒരുപാട് ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന് ആളൊരുക്കത്തിലൂടെയാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. സിനിമയ്ക്ക് നാഷണൽ അവാർഡ് ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഭയങ്കര ഒരു ഡൗൺ ടു എർത്ത് പേഴ്സൺ. ഇപ്പൊ നമ്മൾ ഈ കാണും, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരുപാട് ഭയങ്കര നമുക്കൊരു പേടി ആദ്യം കാണുമ്പോൾ, നമുക്ക് ഇത്രയും സീനിയർ ആക്ടർ അല്ലേ, അപ്പൊ നമുക്കതിന്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ ആള് ഭയങ്കര കൂളാണ്, ഭയങ്കര രസമാണ് ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ. അദ്ദേഹം ഭയങ്കര നല്ലൊരു മനുഷ്യനാട്ടോ. അപ്പൊ മൊത്തത്തിൽ സിനിമാ ഫാമിലി ആയിട്ട് അടിപൊളിയായിട്ട് പോകുന്നു. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാ? അഞ്ജലി ചേച്ചിക്ക് എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കണം ചേച്ചി. ഇപ്പം ബാക്ക് ടു മൂവീസ്, കാര്യങ്ങള്, ബിസിനസ്, അതൊക്കെ ആയിട്ട് ചേച്ചി പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഹാപ്പി. അപ്പൊ നമ്മുടെ ഇപ്പൊ ഉയിരിന്റെ വിശേഷം പറഞ്ഞു, അതുപോലെ വരവ് ഇന്നിരിക്കുന്ന ജോജി ചേട്ടന്റെ പടം. അപ്പൊ അതിലെങ്ങനെയായിരുന്നു മോളുടെ ഇത്, അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കൂടെ കൊണ്ടുപോയപ്പോ? അത് കുറച്ച് ദിവസത്തെ ഷൂട്ട് അതിനും ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു അസീസക്കയുടെയും വീണ നായരുടെയും മകളായിട്ടാണ് മോള് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു സംഭവമാണ്, ഒരുപാടില്ല, പക്ഷെ അത്യാവശ്യം നല്ലൊരു ക്യാരക്ടറാണ് അവൾക്ക് കിട്ടിയത്. എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റുമോന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് അവളുടെ ക്യാരക്ടറിനെ കുറിച്ച് എനിക്ക് അധികം പറയാൻ പറ്റില്ല. പക്ഷെ നല്ലൊരു ക്യാമറ പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു ലെവലിലാണ് കുട്ടിക്ക് പെർഫോമൻസ് ചെയ്യാൻ ഉണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും സിനിമ വരട്ടെ, നമുക്ക് എല്ലാവർക്കും കാണാം അല്ലേ? എന്താണ് ഇനി
എല്ലാവരോടും പറയാനുള്ളത്? എല്ലാവരും ഒരു തിയേറ്ററിൽ തന്നെ പോയി കാണണം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. വെറുതെ നമ്മൾ പറയുന്ന ഒരു കാര്യമല്ല. അതിൻ്റെ ഒരു ക്ലൈമാക്സും എല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് പ്രേക്ഷകർക്ക് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണത്. ആർക്കും എനിക്ക് തോന്നുന്നില്ല കണ്ണ് നനയാതെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം നമ്മുടെ ചുറ്റുപാടും നമ്മള് പത്രങ്ങളിലൂടെ ആയാലും വാർത്തകളിലൂടെ ആയാലും ഒക്കെ നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ റിയലിസ്റ്റിക് സംഭവമായിട്ട് കണക്ട് നടന്നൊരു സംഭവമാണല്ലോ. അതും ആ ഒരു പോലീസ് ക്യാരക്ടർ ഒറിജിനൽ ആയിട്ട് വന്നപ്പോ അതും ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രൊമോഷന്റെ ഭാഗമൊക്കെ ആയിട്ട് ആളുടെ കൂടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അദ്ദേഹത്തിനോട് ഒരുപാട് സംസാരിക്കാൻ പറ്റി. അൻഷാദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു കേസിന്റെ കാര്യമാണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. ഇതൊരു നടന്ന സംഭവം എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഈ സിനിമയിലാണെങ്കിലും ആ ഒരു പോർഷൻ കാണിക്കുന്നത് ഫുള്ള് നടന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെ കാണിച്ചിട്ടുള്ളൂ. അതിനകത്ത് വേറെ ഫിക്ഷൻ ഒന്നുമില്ല. അപ്പം ഭയങ്കരമായിട്ട് അത് നമുക്ക് ഹാർട്ട് ടച്ചിങ് ആണ്. കാരണം കുട്ടികളുടെ കാര്യം വരുമ്പോഴാണ് മെയിനായിട്ട് നമുക്ക് സഹിക്കാൻ പറ്റുക. കാരണം ഏതൊരു അച്ഛനും അമ്മയ്ക്കും, പ്രത്യേകിച്ച് അമ്മമാർക്ക്, കുട്ടികളുള്ളവർക്കൊന്നും അമ്മമാരെല്ലാം കരഞ്ഞിട്ടേ പറ്റുള്ളൂ അവർക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ. കാരണം അത്രയും ഹാർട്ട് ടച്ചിങ് ആണ്. പിന്നെ ഇതിനകത്ത് ചിത്ര ചേച്ചിയുടെ പാട്ടുകൾ, അയ്യോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. പുറത്തിറങ്ങിയിട്ടില്ല, പക്ഷെ അത് ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ അതിന്റെ കൂടെ ഈ കുട്ടികളുടെ ഇതും കൂടെ കാണിക്കുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും സക്സസ് ആവട്ടെ. ഇനി ഒരുപാട് നല്ല പ്രോജക്റ്റുകൾ മോൾക്കും അമ്മയ്ക്കും കിട്ടട്ടെ. താങ്ക് യു.